എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് സ്റ്റേജ് 4 എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ 3 സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് തീർച്ചയായും കാണണം. 2025 നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ് ആണ്, ഓപ്ഷൻ എ. അപ്പൊ നമുക്ക് ഈ നഗരങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുണ്ട്. നഗരം ഉത്തരങ്ങളായിട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യ AI ഓങ്കോളജി സെന്റർ ബാംഗ്ലൂരിലാണ്. ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം ഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വന്നത് വാരാണസിയിലാണ്. ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി വന്നത് ഹൈദരാബാദിലാണ്. സസ്യേതര ഭക്ഷണം പൂർണ്ണമായി നിരോധിച്ച ആദ്യത്തെ സ്ഥലം ആദ്യത്തെ നഗരം പാലിത്താനയാണ്, അത് ഗുജറാത്തിലാണ് സ്ഥലം. ആദ്യ അണ്ടർ വാട്ടർ മെട്രോ വന്നത് കൊൽക്കത്തയിലാണ്. വേസ്റ്റ് എക്കോ പാർക്ക് വന്നത് ഡൽഹിയിലാണ്. ഡ്രോൺ സ്കൂൾ ആദ്യമായി തുറന്നിട്ടുള്ള നഗരം ഗോളിയോർ ആണ്. സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ വ്യവസായ പാർക്ക് വന്ന നഗരം ഹൈദരാബാദ് ആണ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ വന്നത് ദുബായ് നഗരത്തിലാണ്. WHO വയോജന സൗഹൃദമായി പ്രഖ്യാപിച്ച സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. ആദ്യ പൊതുഗതാഗത റോപ്പ് വേ പദ്ധതി വന്ന നഗരം വാരാണസിയാണ്. അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇത് സംസ്ഥാനം ഉത്തരവായി വരുന്ന ചോദ്യത്തിൽ വരുന്നതാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പബ്ലിക് പ്രൈവറ്റ് പങ്കാളിത്തത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്ക് വന്നിട്ടുള്ള നഗരം ബാംഗ്ലൂരാണ്. അതുപോലെ നമോ 11 പോയിന്റ് പ്രോഗ്രാം പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയാണ്. അതും സംസ്ഥാനം ഉത്തരവായി വരുന്ന തരത്തിലുള്ള ചോദ്യത്തിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. അടുത്തത് മാലിന്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക് 2024 പ്രസിദ്ധീകരിച്ച സംഘടന UNEP ആണ്. ഇന്ത്യയിലെ ആദ്യ സംയോജിത വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ ഗോരഖ്പൂർ ആണ് വന്നത്, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ക്ലിനിക്ക് വന്നത് ഭോപ്പാൾ ആണ്. സീറോ വേസ്റ്റ് ടു ലാൻഡ് ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടാണ്. ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ എന്നാണ് മാർച്ച് 30-നാണ്. കുടുംബശ്രീ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നത് കേരളത്തിലാണ്. കേരളത്തിലെ പത്തനംതിട്ടയിലെ കുന്നന്താനം എന്ന സ്ഥലത്താണ്. അതുപോലെ മാലിന്യം തള്ളുന്നതിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്നതിനായി കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്പറാണ് 112. ഓപ്പറേഷൻ ജലധാര ആരാണ് നടപ്പിലാക്കുന്നത്? തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമാണ്. തോടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണിത്. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷന്റെ അജൈവ മാലിന്യ ശേഖരണ പദ്ധതിയാണ് അഴക്. ലോകബാങ്ക്, AIIB എന്നിവയുടെ സഹായത്തോടെ കേരളത്തിലെ ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം. അതുപോലെ ഓപ്പറേഷൻ സ്വീപ്പ് എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളൽ തടയുന്നതിനായിട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ പദ്ധതിയാണ്. മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയതിൽ 4000 കോടി പിഴയിട്ട സംസ്ഥാനം അത് ബീഹാറാണ്. ആരാണ് പിഴയിട്ടത്? ദേശീയ ഹരിത ട്രിബ്യൂണലാണ് പിഴയിട്ടത്. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ പുരസ്കാരമാണ് നവകേരളം പുരസ്കാരം. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനം ഒട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു രീതിയിൽ പറയാം, ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 വരെ കേരളത്തിൽ നടത്തുന്ന ജനകീയ പ്രചരണ പരിപാടിയാണ് മാലിന്യമുക്ത നവകേരളം എന്നും പറയാം. ഇത് ഉദ്ഘാടനം ചെയ്തത് കൊട്ടാരക്കരയിലാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ഇത് ഈ ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറയുന്ന കുടുംബശ്രീയിലെ ഒരു പദ്ധതിയാണ്. അപ്പൊ നമുക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പദ്ധതികൾ നമുക്ക് നോക്കാം. ലഞ്ച് ബെൽ എന്ന് പറയുന്നത് ആവശ്യക്കാർക്ക് പാത്രത്തിൽ ഫുഡ് എത്തിക്കുന്ന കുടുംബശ്രീന്റെ പദ്ധതിയാണ്. ലിഫ്റ്റ് എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. സ്നേഹിത എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ്.
ഉജ്ജീവനം എന്ന് പറയുന്നത് അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. കേട്ടിക്ക് ഗോത്ര വിഭാഗത്തിലെ യുവജനങ്ങൾക്ക് ഉപജീവനമാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. സ്നേഹിത കോണിമ്പൽ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെയും മുതിർന്ന പൗരന്മാരെയും ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളവരുമായ വ്യക്തികളെയും കണ്ടെത്തി ആവശ്യമായ പിന്തുണ നൽകുന്ന കുടുംബശ്രീന്റെ പദ്ധതിയാണ്. രംഗശ്രീ എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്ത് സ്ത്രീകളുടെ ഇടം കൂടുതൽ ശക്തമാക്കാൻ കൊണ്ടുവന്ന ഒരു കുടുംബശ്രീന്റെ പദ്ധതിയാണ്. കുടുംബശ്രീന്റെ ഇ കൊമേഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത് പോക്കറ്റ് മാർട്ടാണ്. ക്വിക്ക് സെർവ് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? വനിതകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും നഗര കേന്ദ്രീകൃത സേവനങ്ങൾ ലക്ഷ്യമിട്ടുമുള്ള കുടുംബശ്രീന്റെ പദ്ധതിയാണ്. ഹാപ്പി കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സന്തോഷ സൂചിക കൂട്ടാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി റേഡിയോ FM അറിയപ്പെടുന്ന പേര് റേഡിയോ ശ്രീ എന്നാണ്. ജൈവ കൃഷി വ്യാപിക്കാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് പൊലിവ്. സഹകരണ വകുപ്പിനോടൊപ്പം കുടുംബശ്രീ നൽകുന്ന കുടുംബശ്രീയുടെ വായ്പാ പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. ദുരന്തം അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി സജ്ജം. കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിനാണ് മാതൃകം. ജൈവ പാട്ടകൃഷി സമ്പ്രദായം, കുടുംബശ്രീയുടെ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഇനി ഭിന്നലിംഗക്കാരുടെ അയൽക്കൂട്ടം വന്നത് ആദ്യമായിട്ട് കോട്ടയത്താണ്. അതിന്റെ പേര് അയൽക്കൂട്ടത്തിന്റെ പേര് മനസ്വിനി എന്നാണ്. അഗതികളുടെ പുനരധിവാസ പദ്ധതിയാണ് ആശ്രയ. കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ ആരാണ്? തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. അത് MP രാജേഷ് ആണ് നിലവിൽ. സ്വാതന്ത്ര്യം, വീട്ടിലെത്തി ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ തുടങ്ങിയ സേവനങ്ങൾ ചെയ്യുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാതന്ത്ര്യം. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്ന പേര് സ്ത്രീ ശക്തി എന്നാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം കേരളീയം. കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. ലിറ്ററിന് 1 രൂപ വെച്ച് കുടിവെള്ളം നൽകുന്ന പദ്ധതിയാണ് തീർത്ഥം. കുടുംബശ്രീ വനിതകൾക്കുള്ള തുല്യതാ പരീക്ഷയാണ് സമ. തിരികെ സ്കൂളിൽ പറയുന്ന പദ്ധതി എന്താണ്? കുടുംബശ്രീ അംഗങ്ങളെ സ്കൂളിൽ എത്തിച്ച് പരിശീലനം നൽകുന്ന പദ്ധതിയാണ്. കുടുംബശ്രീന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിലവിൽ ആരാണ്? H ദിനേശനാണ്. അടുത്ത ചോദ്യം, ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഉത്തരം B മധ്യപ്രദേശ് ആണ്. അത് ഈ നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംസ്ഥാനം ഈ ഒരു ചോദ്യം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. ധാതു ഉൽപാദനം കൂടിയ സംസ്ഥാനം. ഓക്കെ, അപ്പൊ ധാതുവിന്റെ പേരും അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മാംഗനീസ് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ബോക്സൈറ്റ് അത് അലൂമിനിയത്തിന്റെ ഒരു അയിരാണ്. അപ്പൊ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ചെമ്പ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു മധ്യപ്രദേശ് ആണ്. സ്വർണം കർണാടക, വെള്ളി രാജസ്ഥാൻ, മൈക്ക ആന്ധ്രാപ്രദേശ്, വജ്രം മധ്യപ്രദേശ്, കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇനി അതുപോലെ 2023-24 റിപ്പോർട്ട് പ്രകാരം ചില ധാന്യങ്ങളും അത് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും നമുക്ക് നോക്കാം. അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഗോതമ്പിന്റെ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഇനി വരുന്ന ചില ധാന്യങ്ങളും അതിന്റെ സംസ്ഥാനങ്ങളും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനങ്ങളും പഠിച്ചാൽ മതി. ചോളം കർണാടക, നിലക്കടല ഗുജറാത്ത്, കരിമ്പ് ഉത്തർപ്രദേശ്, പരുത്തി ഗുജറാത്ത്, ചണം ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓപ്ഷൻ D PR ശ്രീജേഷ് ആണ്. അപ്പം പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നീരജ് ചോപ്രയ്ക്ക് ജാവലിൽ വെള്ളി മെഡലാണ് നേടിയത്. 89.45 മീറ്റർ ദൂരത്താണ് എറിഞ്ഞത്. മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി. സർബ്ജിത് സിംഗും മനു ഭാക്കറും കൂടി ചേർന്ന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിൽ വെങ്കലം നേടി. അമൻ സെഹ്റാവത്ത് 57 കിലോ ഗുസ്തിയിൽ വെങ്കലം നേടി. സ്വപ്നിൽ കുസാലെ 50 മീറ്റർ റൈഫിളിൽ വെങ്കലം നേടി. ഹോക്കിയിലും ഇന്ത്യ വെങ്കലം നേടി. ഇനി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് USA ആണ്. 1ാം സ്ഥാനത്തെത്തിയത്. 126 മെഡലുകളാണ് USA നേടിയത്. അതിൽ 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. അതും പഠിച്ചു വെക്കണം. അതുപോലെ ചൈന 2ാം സ്ഥാനത്ത് വന്നു. 91 മെഡലുകളാണ് ആകെ നേടിയത്. അതിൽ 40 സ്വർണം.
അത് ഒന്ന് ശ്രദ്ധിക്കണം. USA-യും ചൈനയും 40 സ്വർണം വീതമാണ് നേടിയത്. അടുത്ത 3-ാം സ്ഥാനത്ത് വന്നത് ജപ്പാനാണ്. ഓക്കെ, ഈ ഇന്ത്യക്ക് എത്ര മെഡലാണ് കിട്ടിയത്? ആകെ 6 മെഡലുകളാണ് കിട്ടിയത്. അതിൽ സ്വർണമില്ല, 1 വെള്ളി നേടി, 5 വെങ്കലം നേടി. ഇന്ത്യയിൽ നിന്ന് ആകെ 117 പേരാണ് ഈ പാരീസ് ഒളിമ്പിക്സിൽ 2024 പങ്കെടുത്തത്. അതുപോലെ കേരളത്തിൽ നിന്നും 7 മലയാളികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സ് എത്രാമത് എഡിഷൻ ആണ്? 33ാമത് ഒളിമ്പിക്സ് ആണ് നടന്നത്. അതേപോലെ ഇന്ത്യയുടെ റാങ്ക് വന്നത് 71ാം റാങ്ക് ആണ്. അതുപോലെ ജാവലിൻ ഫസ്റ്റ് കിട്ടിയ വ്യക്തി ആരാണ്? അർഷാദ് നദീമാണ്, പാകിസ്ഥാനാണ്. സെക്കൻഡ് കിട്ടിയത് അല്ലെങ്കിൽ വെള്ളി നേടിയത് ആരാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ്. ഇനി മലയാളികൾ ആരൊക്കെയാണ് പങ്കെടുത്തത് നമുക്ക് നോക്കാം. ER ശ്രീജേഷ് ഹോക്കിയിൽ പങ്കെടുത്തു. അതുപോലെ HS പ്രണോയ് ബാഡ്മിന്റൺ താരമാണ്. അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമാണ്. പിന്നെ 4x400 റിലേയിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, നിജോ ചാക്കോ കുര്യൻ. ഇനി വേറെ കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് നോക്കാം. മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം, അതായത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അമൻ സാരാവത്ത് ആണ്. 57 കിലോഗ്രാം ഗുസ്തിയിലാണ് നേടിയിട്ടുള്ളത്. അതുപോലെ വിനേഷ് ഫോഗട്ട് ഒക്കെ ന്യൂസിൽ കുറെ നമ്മൾ കണ്ടതാണ്. വിനേഷ് ഫോഗട്ട് 50 കിലോഗ്രാം ഗുസ്തിയിലാണ് പങ്കെടുത്തത്. ഫൈനലിൽ 100 ഗ്രാം കൂടിപ്പോയതിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടു. പിന്നെ പുതിയ ഐറ്റം വന്നത് ബ്രേക്ക് ഡാൻസ് ആണ്. ഈ പാരീസ് ഒളിമ്പിക്സിൽ വന്നിട്ടുള്ള പുതിയ ഐറ്റം. അതിൽ വിജയിച്ച വ്യക്തി അമി എന്നാണ് പേര്, ജപ്പാൻകാരിയാണ്. അതുപോലെ അഭയാർത്ഥി ടീം ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത്. അഭയാർത്ഥി ടീമിന് വേണ്ടി മെഡൽ നേടിയ വ്യക്തിയുടെ പേരെന്താണ്? സെംഡി നങ്കമ്പ ആണ്. കാമറൂൺ താരമാണ് അദ്ദേഹം. അതുപോലെ ബോക്സിംഗ് ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ സി ബ്ലാക്ക് ഹോൾ മൈനിങ് ആണ്. ഈ ദേശീയ ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് PSC ചോദിക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെയർമാൻ നിലവിൽ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. അതുപോലെ വയനാട് ഉരുൾപൊട്ടൽ ഈ അടുത്തുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം. ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസ് എടുത്തത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആയിരുന്നു. അതുപോലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീപിടുത്തം ഉണ്ടായപ്പോൾ കൊച്ചി കോർപ്പറേഷന് 100 കോടി പിഴയിട്ടത് ആരാണ്? ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. അതുപോലെ മാലിന്യം കൈകാര്യം ചെയ്യാൻ വീഴ്ച പറ്റിയതിൽ ബീഹാർ സർക്കാരിന് 4000 കോടി പിഴയിട്ടത് ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ട്രിബ്യൂണലിന്റെ ഈ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്? കലമനയാറാണ്. ഇനി അടുത്ത ചോദ്യം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഓപ്ഷൻ ബി 5 ലക്ഷമാണ്. അപ്പൊ നമുക്ക് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കേരളത്തിന്റെ ചില ആരോഗ്യ പദ്ധതികൾ നമുക്ക് നോക്കാം. മിഠായി, ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് മിഠായി. വയോമധുരം, BPL വിഭാഗത്തിൽപ്പെടുന്ന വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതിയാണ് വയോമധുരം. വയോമിത്രം, 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. അന്നപൂർണ, വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് മാസം 10 കിലോ അരി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. വയോ അമൃതം, വൃദ്ധസദനത്തിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. മന്ദഹാസം, വയോധികർക്ക് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ്. സ്മൈൽ, ഒരു പോലീസ് പദ്ധതിയാണത്. റോഡ് ആക്സിഡന്റിൽ സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി. താലോലം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. അഭയകിരണം, നിരാലംബരായ വിധവകളെ നോക്കുന്ന ബന്ധുവിന് മാസം 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതി. ആരോഗ്യ കിരണം, ഇതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ ചെലവ് നൽകുന്ന പദ്ധതിയാണ്. ആശ്വാസ കിരണം, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. സ്പെഷ്യൽ ആശ്വാസ കിരണം എന്താണ്? എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ളവരെ പരിചരിക്കുന്നവർക്ക് മാസം നൽകുന്ന ധനസഹായ പദ്ധതിയാണ്. സമാശ്വാസം എന്ന് പറയുന്നത് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതി. ആശ്വാസ നിധി എന്ന് പറയുന്നത് അതിക്രമത്തിന് ഇരയായ സ്ത്രീകളും കുട്ടികളും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള ധനസഹായ പദ്ധതിയാണ്. സ്നേഹസ്പർശം എന്ന് പറയുന്നത് അവിവാഹിത അമ്മമാർക്കും അവരുടെ കുട്ടികൾക്കും പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ്. സശ്രദ്ധം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗം
ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന സർവേ പദ്ധതിയാണ്. സ്വാശ്രയ എന്ന് പറയുന്നത് മാനസിക രോഗികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിലിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. സമന്വയ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. ലീപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളിൽ നടക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ്. അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് 30 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉള്ള ജീവിതശൈലി ചെക്കപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. ഇനി ശലഭം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? നവജാത ശിശുവിനെ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണിത്. ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി. സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. എന്നാൽ സുഹൃതം എന്ന് പറയുന്നത് ഫ്രീ ക്യാൻസർ ചികിത്സയാണ്. അതുപോലെ സീതാലയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. നടപ്പിലാക്കുന്നത് ഹോമിയോ വകുപ്പാണ്. ബാലമുകുളം എന്ന് പറയുന്നത് എന്താണ്? സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഒരു ആയുർവേദവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കെയർ എന്ന് പറയുന്നത് അപൂർവ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നിരാമയ എന്ന് പറയുന്നത് അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. എന്നാൽ ആവാസ് എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. KASP അതിന്റെ ഫുൾ ഫോം ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 5 ലക്ഷം ഓരോ വർഷവും 5 ലക്ഷം ഒരു കുടുംബത്തിന് എന്നുള്ള രീതിയിലാണ് ഈ സുരക്ഷാ പദ്ധതി. അതുപോലെ വിദ്യാജ്യോതി എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. ശരണ്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ശരണ്യ ബാല്യം എന്ന് പറയുന്നത് ബാലചൂഷണം തടയാനുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ്. പൊൻവാക്ക് എന്ന് പറയുന്നത് ശൈശവ വിവാഹം തടയാനുള്ള ഒരു പദ്ധതിയാണ്. ഈ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 2500 രൂപ പാരിതോഷികം നൽകുന്നതാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി, കൊല്ലം. അപ്പോൾ ഈ ഡിജിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. അത് PSC ചോദിക്കുന്നതാണ്. ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കാസർഗോഡാണ്. ആദ്യത്തെ നിയോജക മണ്ഡലം തളിപ്പറമ്പ്, കണ്ണൂർ. പഞ്ചായത്ത്, അതായത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ, തിരുവനന്തപുരമാണ്. അതുപോലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്, അത് തിരുവനന്തപുരമാണ്. ആദ്യത്തെ നഗരസഭ ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണ്. അതുപോലെ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് നോക്കാം. ആദ്യ ഡിജിറ്റൽ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചത് കേരളത്തിലാണ്. ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറിയുടെ പേര് ഈസി ലോട്ടറി എന്നാണ്. അത് ആരംഭിച്ചത് മേഘാലയയിലാണ്. തദ്ദേശ സ്ഥാപന സേവനങ്ങൾ ഏകീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് K-സ്മാർട്ട് എന്നാണ്. ആദ്യ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനം കേരളം. ആദ്യ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. മുറ്റം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തിലെ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാനുള്ള പദ്ധതിയാണ്. എന്നാൽ ഐ ആം ഓൾസോ ഡിജിറ്റൽ എന്ന് പറഞ്ഞ പദ്ധതിയോ അത് ഗവേണൻസിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആദ്യ വാർഡ് പുനർനിർണയത്തിന് ഉപയോഗിച്ച ആപ്പിന്റെ പേരാണ് ക്യൂഫീൽഡ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം ഏതാണ്? ഉജ്ജാർ ഉളവാറാണ്. അതായത് കാസർഗോഡിലുള്ള ഗ്രാമമാണ്. ആദ്യ ഡിജിറ്റൽ ടിക്കറ്റിംഗ് ബസ് സർവീസ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈടെക് ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? പാമ്പാക്കുടിയാണ്. ഡിജിറ്റൽ ഭൂസർവേക്കായി കേരള റവന്യൂ വകുപ്പ് പോർട്ടൽ ഏതാണ്? എന്റെ ഭൂമിയാണ്. എന്നാൽ രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരവും കിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടൽ ഏതാണ്? അത് മാതൃഭൂമിയാണ്. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. അടുത്ത ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. അതായത് PSC ഇങ്ങനെ ഈ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ പ്രധാന സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായത് കേരളമാണ്. സ്കൂൾ ബുക്കുകളിൽ ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. സമഗ്രമായ ഡിസൈൻ പോളിസി സ്വീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്.
മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടത്തിയത് ഉത്തരാഖണ്ഡാണ്. പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള പോഷകാഹാര പദ്ധതിയായ ജനനി ജന്മരക്ഷ എന്ന പദ്ധതി ആരംഭിച്ചത് കേരളമാണ്. സമർപ്പിത അർദ്ധചാലക നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നൽകുന്ന ശക്തി എന്ന പദ്ധതി ആരംഭിച്ചത് കർണാടകയാണ്. ജലനയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മേഘാലയയാണ്. എന്നാൽ ജല ബജറ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ആദ്യ ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാർ. അന്ധത നിയന്ത്രണ നയം ആദ്യമായി കൊണ്ടുവന്നത് രാജസ്ഥാനാണ്. പിന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള സമർത്ത് പോർട്ടൽ കൊണ്ടുവന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ്. ഏകീകൃത പെൻഷൻ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് മഹാരാഷ്ട്രയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്ന സംസ്ഥാനം നാഗാലാൻഡ് ആണ്. നിജുത് മൊയ്ന സ്കീം എന്ന സ്കീം, അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് കൊണ്ടുവന്ന സംസ്ഥാനം ആസാമാണ്. ജീവനക്കാർക്ക് മാസത്തിൽ ഒരിക്കൽ ആർത്തവ അവധി നൽകുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 2024 ഒക്ടോബറിൽ വിഷമദ്യ ദുരന്തം സംഭവിച്ച സംസ്ഥാനം ബീഹാറാണ്. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 10 ദിവസം ബാഗ് രഹിതമായിട്ട് പ്രഖ്യാപിച്ചത് ഡൽഹിയാണ്. മാതൃ ശിശു സൗഹൃദ ആശുപത്രി ഇനീഷ്യേറ്റീവ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇനി അടുത്ത ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അപ്പൊ ചില പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികൾ മാത്രം നമുക്കൊന്ന് നോക്കാം. മിഷ്ടി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി കുട്ടികളുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതി വനിതാ സ്വയം സഹായ സംഘത്തിന് ഡ്രോൺ പരിശീലനത്തിലുള്ള ഒരു പദ്ധതിയാണ്. PM കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത് യുവജനങ്ങൾക്കുള്ള നൈപുണ്യ പരിശീലന പദ്ധതിയാണ്. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ പദ്ധതി ഏതാണ്? PM സൂര്യകർ മുഫ്തി വിജിലി യോജന എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതി നടപ്പാക്കുന്നതിൽ ഇപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ആണ്. ഇനി നമുക്കറിയാം PSCന്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. കേരളത്തിലെ ആദ്യ സോളാർ സിറ്റി ആവാൻ പോകുന്നത് തിരുവനന്തപുരമാണ്. സോളാർ അഗ്രികൾച്ചർ ഫീഡർ പ്രൊജക്ട് 2.0 നടപ്പിലാക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഉള്ളത് കർണാടകയിലാണ്. നാസയുടെ സൗര ദൗത്യത്തിന്റെ പേരാണ് പാർക്കർ സോളാർ പ്രോബ്. 2018 വിക്ഷേപിച്ചത്. അത് ഈ അടുത്തും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത്. 2024 ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി വേദി എവിടെയാണ്? ഡൽഹിയിലാണ്. 2024 മുതൽ 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി എവിടെയാണ്? ഗുജറാത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഗുജറാത്തിലെ മൊധേരയാണ്. ഇന്ത്യൻ രാജ്യത്തെ ആദ്യ സൗരോർജ ഗ്രാമം ഏതാണ്? അത് മസാലി വില്ലേജ് ആണ് കേട്ടോ. ഇത് അതിർത്തിയിലെ കാര്യമാണ് പറയുന്നത്. അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സൗരോർജ ഗ്രാമം എന്ന് പറയുന്നത് മസാലി വില്ലേജ് ആണ്. ഇത് ഗുജറാത്തിലാണ്. KSEB റൂഫ് ടോപ്പ് സോളാർ പദ്ധതി പോർട്ടലിന്റെ പേര് കിരൺ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഗുവാഹത്തിയാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ഏതാണ്? ആദിത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറിന്റെ പേര് ഇവ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ AC ബസ് ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂരിലാണ്. ഇനി സോളാർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഏതാണ്? ചേതൻ സിംഗ് സോളങ്കിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സോളാർ ഇലക്ട്രിക് ബോട്ടിന്റെ പേര് ബരാക്കുഡ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ഏതാണ്? ഓംകാരേശ്വർ മധ്യപ്രദേശിലാണ്. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് PM സൂര്യകർ മുഫ്തി വിജിലി യോജന. അതിൽ ടോപ്പ് നിൽക്കുന്ന ഗുജറാത്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. അതും PSCയുടെ ഒരു ഫേവറേറ്റ് പോർഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ലഡാക്കിലെ ലേയിലാണ് ആരംഭിച്ചിട്ടുള്ളത്.
ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്തുള്ള കുടിമടക അനകവള്ളി എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് വന്ദേ മെട്രോ എന്നാണ്. ലോകത്തിലെ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ എയർപോർട്ട് ഏതാണ്? അത് നമ്മുടെ കൊച്ചി എയർപോർട്ടാണ്. ഇനി അടുത്തത് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ്. എനർജി എന്ന് പറയുന്നത് ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ അതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എനർജി എഡ്യൂക്കേഷൻ പാർക്ക് കേരളത്തിലെ എവിടെയാണുള്ളത്? എറണാകുളത്താണ്. അതായത് കേരളത്തിലെ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് എറണാകുളത്താണ്. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടി നടന്നത് എവിടെയാണ്? സിംഗപ്പൂരാണ് വേദി. അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷന്റെ ആദ്യ ആണവോർജ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബ്രസൽസ്, ബെൽജിയം ആണ്. ബെൽജിയം എന്ന രാജ്യത്തെ ബ്രസൽസ് എന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളത്. ഇനി 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് നടന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഉച്ചകോടി നടന്നത് എവിടെയാണ്? അബുദാബിയിലാണ്. ലോകത്തിലെ ബിഗ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എവിടെയാണ്? ദുബായിലാണ്. കേരളത്തിലെ വൈദ്യുത സൈക്കിൾ വിതരണ പദ്ധതിന്റെ പേരെന്താണ്? സ്ത്രീ എന്നാട്ടോ പേര്. സ്ത്രീ എന്നാണ് അതിന്റെ പേര്. അടുത്ത പോയിന്റ് ആണ് ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നത് തിരുവനന്തപുരത്താണ്. അതിന്റെ തീം എന്താണ്? ഡീകാർബണൈസിങ് കേരള എന്നാണ്. കേരളത്തെ ഊർജ സ്വയം പര്യാപ്തതയ്ക്കായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേരള ഗ്രീൻ എനർജി മിഷൻ. അതുപോലെ അംഗനവാടികൾ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അങ്കൻ ജ്യോതി. പിന്നെ നമ്മുടെ 2 മന്ത്രിമാരെ പേരും കൂടി പഠിക്കണം. കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയാണ് മനോഹർ ലാൽ ഖട്ടർ. എന്നാൽ കേന്ദ്ര പാരമ്പര്യേതര ഊർജ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. ഇനി അടുത്ത PSCന്റെ ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് ISRO മിഷൻസ് ആണ്. 2024 നടത്തുള്ള പ്രധാന ISRO മിഷനുകളും അതിന്റെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട മെയിൻ ഫാക്ടുമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ എക്സ്പോസാറ്റ് മിഷൻ ബഹിരാകാശത്തെ എക്സ്റേ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളുടെ ശേഖരണമാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം. അതുപോലെ ഇൻസാറ്റ് 3DS മിഷൻ എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥാ ഉപഗ്രഹമാണ്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണോമസ് ലാൻഡിംഗ് മിഷൻ അല്ലെങ്കിൽ അതിന്റെ ഷോർട്ടായിട്ട് RLV-LEX-02 എന്ന് പറയാം. അതുപോലെ തന്നെ RLV-LEX-03 ഉണ്ട്. 2 മിഷൻസ് നടന്നിരുന്നു. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുപയോഗ വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്ന പേരാണ് RLV-LEX-02 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പേര് പുഷ്പക് എന്നാണ്. പിന്നെ വേറൊരു പദ്ധതി എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ്. അത് എന്ന് പറയുന്നത് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROന്റെ ഫസ്റ്റ് റോക്കറ്റ് പരീക്ഷണമാണ് ഈ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പേര് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ അല്ലെങ്കിൽ ATV D03 എന്നാണ്. ഇനി EOS-08 മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇനി അടുത്തത് GSAT-N2 അല്ലെങ്കിൽ GSAT-20 അല്ലെങ്കിൽ CMS-03 അങ്ങനെ 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭിക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. അതുപോലെ പ്രോബ-3 മിഷൻ എന്ന് പറയുന്നത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിന്റെ ഒരു പദ്ധതിയാണ്. അത് ISROയുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിന്റെ പദ്ധതിയാണ് കേട്ടോ പ്രോബ-3 മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്പേഡെക്സ് മിഷൻ, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ബഹിരാകാശത്ത് വെച്ചിട്ട് 2 പേടകങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണിത്. ആ 2 പേടകങ്ങൾക്ക് 2 പേര് കൊടുത്തിട്ടുണ്ട്, ചേസർ, ടാർജറ്റ്. ഇതാണ് അതിന്റെ പേരുകൾ. അതേമാതിരി ഗഗൻയാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 4 വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗഗൻയാനിൽ പങ്കെടുക്കുന്ന 4 വ്യക്തികൾ. അപ്പൊ അവരുടെ ജന്മദേശങ്ങൾ PSC ചോദിക്കാറുണ്ട്. പ്രശാന്ത് ബാലകൃഷ്ണൻ നമുക്കറിയാം, മലയാളിയാണ്, പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. അങ്കദ് പ്രതാപ് എവിടെയാണ്? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ആണ് സ്ഥലം. അതുപോലെ ശുഭാംശു ശുക്ല എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ്. അജിത് കൃഷ്ണൻ എവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശിയാണ്. അപ്പൊ നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങളിത് നോട്ട് ചെയ്യാനുള്ളവരൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് 4 മാത്രം ഉപയോഗപ്പെടുന്ന കാര്യമല്ല, 2025 എല്ലാ പരീക്ഷയ്ക്കും ഉപയോഗപ്പെടുന്ന പോയിന്റ്സ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് റിവിഷൻ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആ ഒരു സ്നേഹം കമന്റിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.